السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. സയ്യിദുന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആനിനെ ഓതുവിൻ. ഖുർആനിനെ ഓതിക്കഴിഞ്ഞാൽ വജബ ശഫാഅത്തി, വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതൽ കൊണ്ട് നമുക്ക് ബർക്കത്തുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനിനെ ധാരാളമായിട്ട് ഓതുക. അലിഫ് ലാം മീം 3 അറപ്പുണ്ടെങ്കിൽ 30 പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ധാരാളമായിട്ട് പാരായണം ചെയ്യുക. പിന്നീട് മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ സലാം കൊണ്ട് തുടങ്ങൽ അതും ബർക്കത്തുണ്ടാകുന്നതായ ഒരു കാര്യമാണ്. അതിനാൽ ആ കാര്യങ്ങൾ പാലിക്കുക. സയ്യിദുനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആൻ. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുവാനും കാരണം വിശുദ്ധ ഖുർആൻ കാരണമാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ രാവും പകലുമായി ധാരാളം പാരായണം ചെയ്യുക. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പകലിൽ ഒരു ദിവസം ഒരു ഖത്തമായിരുന്നു തീർക്കുന്നത്. മഹാനവറുകൾ റമദാൻ എത്തിക്കഴിഞ്ഞാൽ പകലിൽ ഒരു ഖത്തവും രാത്രിയിൽ ഒരു ഖത്തമും, അങ്ങനെ 60 ഖത്തമായിരുന്നു തീർക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ധാരാളമായിട്ട് പാരായണം ചെയ്യുകയും അങ്ങനെ വിശുദ്ധ ഖുർആനിനെ ഓതാൻ അറിയാത്തവർ അതിനെ കഷ്ടപ്പെട്ട് വിക്കി ഓതിയാലും അതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും വിശുദ്ധ ഖുർആനിനെ ധാരാളമായി പാരായണം ചെയ്യുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ.